അതാ ഇവിടെയാണ് എൻ്റെ ഐറ്റങ്ങളെല്ലാം ഇരിക്കുന്നത് കേട്ടോ. ഇതൊന്നും അതിനിപ്പോഴും നല്ല പീസായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഫുള്ള് ഞാൻ ഇങ്ങനെ മാറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ RT ഓഫീസിലാണ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പോളോടെ കളർ ചേഞ്ച് ചെയ്ത വീഡിയോസ് എല്ലാം കണ്ട് കാണും. വണ്ടി ഇപ്പോഴും യെല്ലോ കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ഇതിൻ്റെ പേപ്പർ വർക്കിൽ ഇതുവരെയ്ക്ക് ഞാൻ കളർ മാറ്റിയിട്ടില്ല. വണ്ടി ഇപ്പോഴും പേപ്പറിൽ വൈറ്റാണ്, ക്യാൻഡി വൈറ്റാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നാളെ വണ്ടി കൊണ്ട് RTOയിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കാണുന്ന ആലോയ്സ്, ഹെഡ്ലൈറ്റ്, മിറർ ക്യാപ്പ് മാറണമെന്നുണ്ട്. പക്ഷേ ഇത് മാറി ഞാൻ ഒട്ടിച്ചൊക്കെയാണ് വെച്ചേക്കുന്നത് കേട്ടോ സിലിക്കോണിൽ. പിന്നെ നമ്മുടെ ഈ കാണുന്ന Q2 ടൈലൈറ്റ് മാറേണ്ടി വരും. വേറെന്തുണ്ട് അടിയിലത്തെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കിയായിരുന്നു. പിന്നെ ഈ കാണുന്ന ഈ പീസ് ഒന്ന് റിമൂവ് ആക്കണം. പിന്നെ ബേക്കിൽ സബ് വെച്ചിട്ടുണ്ട്, അത് റിമൂവ് ആക്കണം. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളിന്ന് റിമൂവ് ആക്കിയിട്ട് വണ്ടി പഴയ ആ ഒരു സ്റ്റോക്ക് ലുക്കിലോട്ട് ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കതൊക്കെ പോയി എടുക്കാം. ഇതെല്ലാം വീട്ടിൻ്റെ മുകളിലാണ് കൊണ്ട് വച്ചിരിക്കുന്നത് കേട്ടോ. ആ വീട്ടിൻ്റെ മുകളിലിരിക്കുന്ന അവസ്ഥ നോക്കിയാൽ ഫുള്ള് ആക്രിയായിരിക്കുന്ന. അയ്യോ, എന്താ ഇവിടെയാണ് എൻ്റെ ഐറ്റങ്ങളെല്ലാം ഇരിക്കുന്നത് കേട്ടോ. നമ്മളെ കാറിൻ്റെ ഇത് ഡോറിൻ്റെ ഇറങ്ങിയിട്ടൊക്കെ അത് നശിച്ചു പോയതാ. നമ്മുടെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റൊക്കെ ഇതായിരിക്കുന്ന. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നിയപ്പോഴും നല്ല പീസായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. സ്റ്റോക്കിൻ്റെ എല്ലാ സാധനവും ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ബ്രേക്ക് ലൈറ്റ് ഇതാ ഇപ്പുറത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അല്ലേ, അപ്പോൾ ഇതൊക്കെ നമുക്ക് പറക്കി താഴെ കൊണ്ടുപോകാം. പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതാ ഗായത്രി വന്നിട്ടുണ്ട് കേട്ടോ. ഗായത്രിയുടെ ഷർട്ട് നോക്കിയേ കിട്ടില്ല. എൻ്റെ പഴയ ടീഷർട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം പറക്കിയെടുക്കാം. ഓക്കെ, ഇവിടെയാണ് എൻ്റെ ആക്രി കൂടുതൽ ഇവിടെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഡ്യൂക്കിന് മുമ്പ് വെച്ചിരുന്ന എക്സ്ട്രാ കിറ്റും ഇതാ സൈഡ് മിററൊക്കെ മാറിയതാണ്. ഇത് നോർമൽ സൈഡ് മിററാണ്. ഞാനിപ്പോൾ ഇൻഡിക്കേറ്റർ മിററിലോട്ട് ആക്കി കേട്ടോ, മിറർ ക്യാപ്പൊക്കെ വയ്ക്കാനായിട്ട്. കുറേ ആക്സിഡൻറ്റിൽ പോയ കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഓക്കെ, പടിയുണ്ടാകട്ടെ. കളർ ചേഞ്ച് നാളെ കൊടുക്കാമെന്നാ. ഓഗസ്റ്റ് അത് ടെസ്റ്റ്. ഇത് കളർ ആൾട്രേഷൻ. കളറില് ഇതെല്ലാം മാറ്റണോ? പിന്നെ മാറ്റണ്ട, ഇനി വെച്ചിട്ട് ഇനി ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് മാറ്റാം അല്ലേ? ഇത് ഞാൻ കൊണ്ടുവരാം. നീ അല്ലേ ബലമാണ് ഗായത്രി, വലുത് തന്നെ ഇരിക്കട്ടെ. അയ്യോ, എന്താ കമ്മല് പൊട്ടിപ്പോയാ? അത് ഇടണോ? ഓ, ഇട്ടേക്കാം. ബാ, ഇവിടെ അച്ചുവിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഇത് 4 എണ്ണം അപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റും ഹെഡ്ലൈറ്റും എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത പരിപാടി വെച്ചാൽ അലോയ്സാണ്. അത് അപ്പുറത്ത് വീട്ടിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാറിനകത്ത് കയറ്റാം, എന്നിട്ട് അലോയ്സ് എടുക്കുക, അപ്പുറത്ത് പോവാം. ഇപ്പം കളിയില്ല, സ്കൂളൊക്കെ കറക്റ്റ് എണ്ണ പഠിപ്പിച്ച ജസ്റ്റിന ടീച്ചറിൻ്റെ ഉമ്മയാണോ വാങ്ങിച്ചത്? പരിചയപ്പെടുത്താം. എൻ്റെ കൂടെ 3ാം ക്ലാസ്സിൽ പഠിച്ച ആളാണ് കേട്ടോ. നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഫിറോസ്. 1 തൊട്ട് 3 വരെ അല്ലേ? 1 തൊട്ട് 3 വരെ. എന്നെ കാണാനായിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട് രാവിലെ ഇറങ്ങാൻ നിന്നപ്പോൾ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ജോലി മഴയൊക്കെ അത് മഴയായി പോയി. പറഞ്ഞിട്ട് തീർന്നു. ഞാൻ 3ാമത്തെ കൊണ്ട് പറയാം. ഞാൻ വല്ലപ്പോൾ വരുവാടാ. ഇതേക്കൂടെ ഒരുപാട് കൂട്ടുകാരുണ്ട് കരിമ്പോളൊക്കെ. ഞാൻ 1ാം ക്ലാസ്സിൽ 1ലാണ് പഠിച്ചത്. എൻ്റെ പേരെന്തിനാണ്? ഹരി. ഓക്കെ, ഓക്കെ, ശരി. ഭയങ്കര കാര്യമാണ് കേട്ടോ. എന്നെ ഇപ്പം കണ്ടാലും വന്നതിനൊക്കെ കുറേ സംസാരിക്കും. അല്ല, വൈര ഫിറോസ് പേര് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കല്യാണത്തിന് പോയായിരുന്നു നമ്മളെ മുസ്ലിം ഇവിടെ അവയക്കുളത്ത്. പിന്നെ 1 വർഷം പോയില്ല, 4-5 ഐറ്റിൽ പോയാണ്. അല്ലല്ലേ? പിന്നെ ഞാൻ അങ്ങനെയൊക്കെ 2 കൊല്ലം പിന്നെ പോയിട്ടേ. അപ്പം അഖിലിന്റെ അച്ഛനാ, അഖിൽ എന്നോട് പഠിച്ച ആളുകൾ. പിന്നെ 4ാം ക്ലാസ് തോറ്റു പഠിച്ച അല്ലമീനൊക്കെ ഉണ്ടായിരുന്നില്ല. തോറ്റു പഠിച്ച അല്ലമീനെ അവനൊക്കെ ഉണ്ടായിരുന്നു. പോട്ടെ, അപ്പൊ ഞാൻ സ്ഥലത്ത് പോകാൻ നിൽക്കുന്നത്. നമ്മുടെ അലോയ്സൊക്കെ
ഇപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ ഇരിക്കുന്നത്. അന്ന് അലോയ്സ് മാറിയ സമയത്ത് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. അതേപോലെ ഇരിക്കുകയാണ്, പൊടിയടിച്ച് നശിച്ചിരിക്കുകയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടയറൊക്കെ ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് എടുത്തുകൊണ്ട് പോവാം. ടയറുടെ പോയിട്ട് നമുക്കിത് ചേഞ്ച് ചെയ്യാം. എടുക്കാനുള്ള എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി വർക്ക് തുടങ്ങാം. അയ്യോ, ആലോചിച്ച് മാറാനുള്ള പരിപാടി അപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് നാളത്തേക്ക് നമുക്ക് ഈ ലുക്കൊന്നും വണ്ടിയിൽ കാണത്തില്ല. കുറച്ച് നാളത്തേക്ക് നാളെ ഒറ്റ ദിവസത്തെ പരിപാടിയുള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ടെസ്റ്റും കൂടെ പാസ്സാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കയറിയതിന് ശേഷം ഇപ്പോൾ റിമൂവ് ആകുന്നില്ല. ടെസ്റ്റും കൂടെ പാസ്സാക്കിയതിന് ശേഷം നമുക്ക് ഒരുമിച്ച് കുറച്ച് കസ്റ്റമർക്ക് പ്ലാൻ ഉണ്ട് കേട്ടോ. കുറച്ച് ഗ്രാഫിക്സൊക്കെ പ്ലാനുണ്ട്, എക്സോസ്റ്റൊക്കെ അടിക്കാൻ പ്ലാനൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. പിന്നെ ഈ ഹെഡ്ലൈറ്റ് ഇല്ലേ, ഹെഡ്ലൈറ്റ് നമ്മളിപ്പോൾ റിമൂവ് ആക്കിയിട്ട് ഈ ഒരു റെഡ് ലൈൻ നമ്മൾ മാറ്റി ഇത് ഫുള്ളൊന്ന് സ്മോക്ക് ആക്കാൻ പ്ലാനുണ്ട്. അതപ്പം ഈ റിമൂവ് ആക്കുന്ന ടൈമിൽ നമുക്ക് സ്മോക്കും കൂടെ ആക്കാം. അടിക്കണ ആൾക്കാരെ കാണട്ടെ നിങ്ങളെ. അലോയി മാറ്റുന്ന പരിപാടി എളുപ്പം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇട്ടിരുന്ന അലോയി ഇതാ ബേക്കിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ബ്രേക്ക് ലൈറ്റും ഹെഡ് ലൈറ്റും ചേഞ്ച് ചെയ്യാനാണ് അടുത്ത പരിപാടി. ഹെഡ് ലൈറ്റ് റിമൂവ് ആക്കാൻ ഭയങ്കര വലിയ പാടൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ബോൾട്ട് വരും, ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ബോൾട്ട് വരും. അത് രണ്ടും ഇളക്കിയെടുത്താൽ നമുക്കിത് ഈസി ആയിട്ട് ഊരി എടുക്കാനായിട്ട് പറ്റും. 2 കൈ വേണം കേട്ടോ, ഊരി എടുക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ പോളപ്പോൾ കംപ്ലീറ്റ് സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. ഈ നമ്പർ പ്ലേറ്റ് മാറണം. ഇനിയിപ്പം വേറെ ഒന്നുമില്ല. അയ്യോ, ഇത് മാറാണ്ട് കേട്ടോ. ഇത് ഒട്ടിച്ചത് ഇതിന് ഇളക്കി മാറ്റണം. സൈഡ് മിറർ ക്യാപ്പ് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ അകത്തെ മിറർ ക്യാപ്പ് സെറ്റോടെ. ഇതിപ്പോൾ കുഴപ്പമില്ലായിരിക്കും, ടെസ്റ്റ് അല്ലല്ലോ. ടെസ്റ്റ് സമയത്ത് വേറെ ഒപ്പിച്ചാലേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നം ആക്കി കളയോ അവർ ചിലപ്പം. ബേക്ക് സബ് വൂഫറൊക്കെ റിമൂവ് ആക്കി അലോയ്സ് മാറി. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് കാണുമ്പം എന്ത് രസമല്ലേ. ഓക്കെ, നമുക്കിത് കൊണ്ട് വാഷിങ്ങിന് കൊടുക്കണം. ചെറിയൊരു തട്ടൽ കിട്ടി കേട്ടോ വണ്ടിയിൽ. സൈഡ് പിടിച്ച് ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് വീണ്. പിന്നെ അതാണ്ട ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ലൈവ് വീണ്. ഇപ്പുറത്തെ സൈഡിൽ വേറൊരുത്ത കൊണ്ടുവച്ച് തട്ടി തന്നു. അങ്ങനത്തെ ചെറിയൊരു പ്രശ്നമായി. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ചെറിയൊരു ടച്ചപ്പ് ചെയ്തിട്ട് ചെറിയ ഗ്രാഫിക്സ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാനുണ്ട് കേട്ടോ. നമുക്കിനി അടുത്ത വണ്ടിയിൽ വാഷിങ് കൊണ്ട് കൊടുക്കാം. നേരെ വാഷിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയപ്പോൾ ഫുള്ള് തിരക്ക് കേട്ടോ അവിടെ. അപ്പോൾ നാളെ രാവിലെ എനിക്ക് കൊണ്ടുപോകണം. പിന്നെ ഒന്നും നോക്കിയിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ തന്നെ കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു. പ്രഷർ വാഷറൊക്കെ വെച്ച് നമുക്കൊന്ന് കഴുകി സെറ്റപ്പാക്കി എടുക്കണം. പഴയ അലോയ്സൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഒരു കഴുകി മാറ്റി വയ്ക്കാം. വണ്ടി ഫുള്ളൊന്ന് അടിച്ച് കഴുകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ RT ഓഫീസിലാണ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇതിൻ്റെ കളർ ചേഞ്ച് RTയിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ചേസ് നമ്പറൊക്കെ ഇവിടെയാണ് കേട്ടോ ഉള്ളത്. ഈ ഭാഗത്തൊന്നും നമ്മൾ പെയിൻറ്റ് അടിച്ചില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് ഗ്രാഫിക്സ് വർക്ക് ചെയ്യാൻ പ്ലാനുണ്ട് കേട്ടോ. അതുകൊണ്ടൊന്നും ചെയ്യാതിരിക്കുകയാണ്. അപ്പം ബാക്കിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മളെ ടെസ്റ്റ് വരുന്നത് ഡിസംബറിലാണ് കേട്ടോ. ടെസ്റ്റ് ഞാൻ ഓഗസ്റ്റിലാണ് വിചാരിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഡിസംബറിലാണ് ടെസ്റ്റ്. നേരത്തെ കൂട്ടി ചെയ്യാൻ പറ്റുമെന്ന് ബുക്കിൽ ഈ ഒരു എല്ലാം അതിന് ശേഷം നമുക്ക് ടെസ്റ്റ് പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. ടെസ്റ്റ് കൂടെ പാസ്സാക്കിയിട്ട് വേണം ഗൈസ് പരിപാടി തുടങ്ങാനായിട്ട്. ഈ കാണുന്നൊന്നുമല്ല, ഇതിലും കുറച്ച് കൂടുതലായിട്ട് വർക്ക് കൂടെ ചെയ്യാൻ പ്ലാനുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം. RTO പരിപാടി പടപെടാൻ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇത്രയും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. ആ പുള്ളി അധികം നോക്കിയൊന്നുമില്ല. ഒരു പാവപ്പെട്ട പുള്ളിയാണ് വന്ന് നോക്കിയത്. ജസ്റ്റ് കളർ നോക്കിയിട്ട് അതിന് കാര്യം പെയിൻറ്റ് എവിടെ നിന്നാണ് അടിച്ചത്, എത്ര എന്നൊക്കെ ചോദിച്ച് പെയിൻറ്റ് ക്വാളിറ്റി ഇഷ്ടപ്പെട്ട് പുള്ളി കുറേ ഇങ്ങനെ സംസാരിച്ചു പോലെ കേട്ടോ. അല്ലാത്ത അലോയി നോക്കിയില്ല, ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊന്നും നോക്കിയില്ല. വെറുതെ കഷ്ടപ്പെട്ടല്ല ഊരി. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്പം നമ്മുടെ ടെസ്റ്റ് ഡിസംബറിലാണ്. അപ്പോൾ ഇനി 7 മാസങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോഴേ ഈ സ്റ്റോക്കാണ് കൊണ്ട് കിടക്കേണ്ടത്. നമ്മുടെ പഴയ ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഒക്കെ നമുക്ക് തിരിച്ച് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ഹെഡ്ലൈറ്റ് ഞാൻ ഊരിയ സമയത്ത് ഫുള്ള് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ റെഡ് ലൈനും അതേപോലെ തന്നെ മുകളിൽ ഈ ക്യാപ്പിൽ ക്രോമുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം റെഡ് ലൈനൊക്കെ ഭയങ്കര ബോറായിരുന്നു. നമ്മുടെ യെല്ലോ വണ്ടി ആയതുകൊണ്ട്. അപ്പോൾ അത് ഫുള്ള് ഞാൻ ഇങ്ങനെ മാറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്കി വെച്ചേക്കാണ് കേട്ടോ. ഫുൾ മാറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ യു മാത്രമേ നേരത്തെ RGB ചെയ്തിട്ടുള്ളായിരുന്നു കേട്ടോ. യുവിൽ മാത്രം കളർ പിക്സൽ ചെയ്തിട്ടുള്ളായിരുന്നു. അത് മാറ്റിയിട്ട് ഈ ഒരു ലെൻസിലും കൂടെ ഒരു RGB കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് വണ്ടി ഇങ്ങനെ പാർക്കിൽ കിടക്കാൻ നേരത്ത് യുവും ഇങ്ങനെ ഈ ഒരു യുവിലും ഒരു ഡിസൈൻ വരും. അതേപോലെ തന്നെ ലെൻസിലും ഒരു ഡിസൈൻ വരും. ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ആ ഒരു വർക്കും കൂടെ ഉണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതും കൂടെ തീർത്തതിന് ശേഷം നമ്മളെ വണ്ടിയിൽ അത് സെറ്റ് ചെയ്യാം. പട ലുക്കായിരിക്കും കേട്ടോ. ഇനി അലോയ്സൊക്കെ തിരിച്ചെടുത്തുള്ളൂ. ഇതെല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് പണിയുണ്ട്. ഓക്കെ, നമുക്ക് പയ്യെ വണ്ടി നമ്മളെ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിലോട്ട് ആക്കാം കേട്ടോ.
നമ്മുടെ Q2 ടൈലൈറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ സാധനം ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരാതെടുത്ത് അടിപൊളിയാവും. അപ്പം ഇത് റിമൂവ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കാണാം. മാറ്റിയ അലോയ്സും എല്ലാം കൊണ്ട് നമ്മുടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു പഴയ സ്റ്റോക്ക് അലോയ് മാറ്റിയിട്ട് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഈ ഒരു ലോ പ്രൊഫൈൽ ടയറും അലോയും കൂടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. വീൽ ബാലൻസിങ്ങും അലോയ്മെൻറ്റൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അതിനുവേണ്ടി ഇവിടെ കൊണ്ടുവന്നതാണ്. ഓക്കെ, ഫോളോയും കൊണ്ട് നമ്മൾ ഇതിൻ്റെ വീൽസ് നാലെണ്ണം മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. അത് സ്റ്റോക്ക് വീലാണ്. നമ്മളെ നേരത്തെ ഇരുന്ന വീല് ഇതാണ് കേട്ടോ. ഓക്കെ, ഈ ഒനെക്സിൻ്റെ ഈ ഒരു വീലിലോട്ട് മാറാൻ വന്നതാണ്. ലോ പ്രൊഫൈൽ ടയറും കൂടെ. ഈ ടയറൊക്കെ ചൈന ടയറാണ്. അന്ന് എല്ലാവരും പറഞ്ഞു അത്ര കിടക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഇതൊരിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പോയതാണ്, വാറണ്ടി കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അലോയ്സ് മാറ്റിയിട്ട് നമുക്ക് ലുക്കാക്കാം. അത് മാത്രമല്ല വീൽ ബാലൻസിങ്ങും അലോയ്മെൻറ്റും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് എമൗണ്ട് ഇവിടെ ആവും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടിയുടെ വർക്ക് അപ്പോൾ അതാ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്ക് ചെയ്ത് നേരെ മോഡിഫിക്കേഷനിലായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹെഡ്ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ സ്മോക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ വർക്ക് ഫുള്ള് തീർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ ബാർ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് കത്തിക്കാനുള്ള ഓപ്ഷൻ എനിക്ക് ഇപ്പോൾ ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ റിമോട്ട് ഞാൻ എടുത്തില്ല. പിന്നെ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ പിന്നെന്താ ബാക്കി എന്നെ ട്രോളാനായിട്ട് ഒരാളെ എത്തിയിട്ടുണ്ട്. നല്ലൊരു കോമഡി പറഞ്ഞോ. വന്നപ്പോൾ അങ്ങ് പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ വിഷ്ണുവിൻ്റെ വീട്ടിൻ്റെ അടുത്തിൽ ഒരു നല്ലൊരു ലൊക്കേഷൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു, ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. പിന്നെ എക്സ്ട്രാ നമ്മൾ ബേക്ക് സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്, ബാറ്റ്മാൻ സ്പോയിലർ. അത്രയേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ്. ഗുഡ് ബൈ. ഓക്കെ.